നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സമയം അങ്ങനെ 3 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. 3:30 നമ്മുടെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഡോക്ടറിന് വരുന്ന വഴിയിൽ അല്പം ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് നമുക്കൊരല്പം താമസിച്ചത് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നമ്മൾ സംസാരിച്ച സമയമൊന്നും കളയുന്നില്ല. കാരണം നമ്മുടെ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ് ഇനി 4:30 വരെ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രവീന്ദ്രയാണ്. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ. പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ ഡോക്ടർ, അപ്പൊ നമുക്ക് ഇതിന്റെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? നമുക്ക് എല്ലാ മെയിൽസിലെ ഉണ്ട് അത് നോർമലി നമുക്ക് ഒന്നും പ്രശ്നമില്ല. യൂറിനിലെ ഈ വോയിഡിങ്ങിലെ അത് സ്ഥലമിലെ ഉണ്ട്. നമുക്ക് ആസ് ഓൾഡ് ഏജ് ആവും. പിന്നെ ഇത് മൂത്രത്തെ നാളി ഉണ്ടല്ലേ, ആ മൂത്രത്തെ നാളി ചുരുങ്ങി പോകും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ആയിട്ട് ശേഷം പ്രോസ്റ്റേറ്റ് മൂത്രത്തെ നാളി ചുരുങ്ങി പോകും. അപ്പൊ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ ഉണ്ടാവും. മൂത്രത്തെ പോവില്ല പേഷ്യന്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തെ പ്രശ്നം ഉണ്ടാവും. പിന്നെ രാത്രി കൂടുതൽ മൂത്രം പോകും. അല്ല ഓൾഡ് ഏജ് പേഷ്യൻസിന് ഈ പ്രശ്നം വരും. പ്രായമായിട്ടുള്ളവർക്ക് ഇത് നമ്മുടെ എന്താണ് ഫ്രീക്വൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം. പിന്നെ അർജൻസി ആണത് മൂത്രം പിടിക്കാൻ പറ്റില്ല പേഷ്യന്റിന്. ബാത്റൂം പോയിട്ട് സമയത്ത് ഇങ്ങനെ ഹോൾഡ്. പിന്നെ നോക്ചൂരിയ എന്താണ് രാത്രി ഉറങ്ങിന് ശേഷം മൂത്രം പോകും. 1 മണിക്കൂറിലെ മൂത്രം പോകും പേഷ്യന്റ്. പിന്നെ വീക്ക് സ്ട്രീം ആണ്. വീക്ക് സ്ട്രീം എന്ന മൂത്രത്തെ ശക്തി കുറവാകും, സ്പീഡ് കുറവാകും. പിന്നെ സ്ട്രെയിനിങ്, മുക്കിട്ട് മൂത്രം പോകും പേഷ്യന്റ്. പിന്നെ ഈ ഇൻകംപ്ലീറ്റ് എംപ്റ്റിങ് മൂത്രം പോയിട്ട് ശേഷം പിന്നെ കുറച്ച് മൂത്രമുണ്ട്, മൂത്രാശയം അതിന് ബാധിക്കും പേഷ്യന്റ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. ഇത്തരം വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കുന്ന നമ്പർ 0472931111. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ. കോളിലേക്ക് പോവാം. ഹലോ. സ്വാഗതം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്. ഡോക്ടർക്ക് നമസ്കാരം. നമസ്കാരം. ഇത് കൊച്ചാലുംമൂട്ടിന്ന് കുരിയപ്പുഴ കൊച്ചാലുംമൂട്ടിന്ന് രാധാമണി അമ്മയാ. 10-25 വർഷം കൊണ്ട് ഈ ഷുഗറിന്റെ ഒക്കെ ഗുളിക തിന്നുന്നത് കൊണ്ട് ഈ പിന്നെ മൂത്രത്തിന് ചുടിച്ചിലും ഈ ഉണക്ക് വരുമ്പം കൂടുതൽ വെള്ളം കുടിച്ചാലും ഈ നീറ്റലും ഒളിച്ചിലും ഒക്കെ ഉണ്ടാകും. അത് കൂടാതെ പിന്നെ ഡോക്ടറെ ഈ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാതുള്ള ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അത് ഈ നമുക്ക് അത് ലീക്ക് ആവുന്നുണ്ട്. അത് കൂടെ ഇങ്ങനെ. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ എപ്പോഴും കരുതിക്കൊണ്ട് നടക്കുന്നത്. അതിനെന്തെങ്കിലും വല്ല മരുന്നുകളുണ്ടോ സാറ്? അമ്മക്ക് തുമ്മ സമയത്ത് പിന്നെ ചുമ സമയത്ത് ലീക്ക് ആവും മൂത്രം. അത് പിന്നെ നടക്കുന്ന സമയത്ത് ലീക്ക് ഉണ്ടാവും. പിന്നെ ബാക്കി സമയത്ത് ലീക്ക് ഉണ്ടാവും. എല്ലാ സമയത്തും ലീക്ക് ഉണ്ടോ അമ്മക്ക്? ഉണ്ട്. അങ്ങനെ അത് ഓർക്കാപ്പുറത്തൊക്കെ വരും. പിന്നെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് നടക്കുക. പിന്നെ നമുക്ക് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ബാധിക്കണാണ്. അതിന് തുമ്മ സമയത്ത് പിന്നെ ചുമ സമയത്ത് മൂത്രം ലീക്ക് ആവും. അത് നമുക്ക് ഇതിന് കുറച്ച് ഗുളിക ഉണ്ട്. പിന്നെ എക്സസൈസ് വേണം. കീഗൽസ് എക്സസൈസ് നമ്മളെ പറയാം. ഗൈനക്കോളജി ഡോക്ടേഴ്സ് പറയാം പ്രസവ സമയത്ത് കീഗൽസ് എക്സസൈസ് ആണ്. അത് മൂത്രത്തിന് അത് എന്താണ് നടക്കുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ച് പരിശോധന ചെയ്തിട്ട് ഓപ്പറേഷന്റെ മാർഗമുണ്ട്. ഗുളികത്തിലെ കൺട്രോൾ ആവില്ല അത് കംപ്ലീറ്റ് ആയിട്ട്. അല്ലാതെ ഗുളിക കൊണ്ടത് നിർത്താൻ പറ്റില്ല. അല്ല, അത് ഓപ്പറേഷന്റെ പ്രശ്നമാണ് അമ്മ. ഓപ്പറേഷന്റെ സംശയമാവും. ശരി. ഓക്കെ. അപ്പം ഡോക്ടർ ഇതിന് സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ രോഗനിർണയോ ഒക്കെ എങ്ങനെയാണ്? രോഗനിർണയവും ഒക്കെ എങ്ങനെയാണ്? അത് ഫസ്റ്റ് നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ അത് പരിശോധിച്ച ഇത് മലദ്വാര പരിശോധിച്ച ഫസ്റ്റ് അത് ഗ്രേഡ് പ്രോസ്റ്റേറ്റ് എത്ര സൈസ് ആണ് ഗ്രേഡിങ് നമുക്കുണ്ട്. ഗ്രേഡ് 1, 2, 3 ആണ് ഗ്രേഡ് ആണ്. അത് ഫിംഗറത്തെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഉണ്ട്, ഫസ്റ്റ് ഫിംഗർ, അതിനെ നോക്കിയിട്ട് നമ്മുടെ സൈസ് അറിയാം. ഓക്കെ, നമുക്ക് ഒരു കോൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഹലോ.
നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ. സംസാരിച്ചോളൂ ഡോക്ടറോട് കേട്ടോ. പേരൊന്ന് പറയണേ. പേര് ചന്ദ്രജൻ. ശരി, സംസാരിച്ചോളൂ കേട്ടോ. ഏജ് വന്ന് 64. ഓക്കെ. അപ്പം എനിക്ക് ഒരു 1.5 വർഷത്തിന് മുമ്പേ ഞാൻ നായേഴ്സില് പോയി പോസ്റ്റേജ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ, പോസ്റ്റേജ് അല്ല കൂടുതലും കിഡ്നി, ബോത്ത് സൈഡ് കിഡ്നിയിലും സ്റ്റോൺ ഉണ്ടായിരുന്നു. കിഡ്നിയിലെ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും അവരെടുത്ത് പിന്നെ അവിടെ ഒരാഴ്ച വരെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇൻഫെക്ഷൻ അടിച്ചു. ഓക്കെ. എടുത്തിട്ട് രാത്രി പിന്നെ 1/2 മണിക്കൂർ കഴിയുമ്പോ ഇങ്ങനെ മൂത്രം പോണം പിന്നെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓപ്പറേഷൻ ചെയ്ത അതിലും ചെറുതായിട്ട് അവര് അതിൽ എഴുതിയിരിക്കുന്ന കറണ്ട് ഡേറ്റുണ്ടെന്നേ എഴുതിയിട്ടുള്ളൂ. എന്താണ് എന്തെഴുതിയിട്ടുണ്ട്? അതിൽ വേറെ പ്രശ്നം കറണ്ട് ഡേറ്റ് ഉണ്ട്. പോസ്റ്റേജ് ഗ്രന്ഥിയിൽ ഓപ്പറേഷൻ ചെയ്താൽ സാറേ ഈ ബീജം പോകും. കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ ചെയ്തല്ല, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓപ്പറേഷൻ ചെയ്ത തിരക്കായിട്ടില്ല. കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ ചെയ്തു. കിഡ്നിയിലും തുറന്നല്ല, കിഡ്നിന്ന് ഈ കീബോളാണ് എന്തോ അത് മനസ്സിലായി. എടുത്ത് നമ്മൾ അവിടെ കാണിച്ചെന്ന് പറഞ്ഞു. ഓക്കെ. സ്റ്റോണ് 2 കിഡ്നിയിലെ ഉണ്ടായിരുന്നോ? രണ്ട് ബോത്ത് സൈഡും ഉണ്ടായിരുന്നു. അത് മൂത്രവായനയില്ലല്ലേ? ഇൻഫെക്ഷൻ വന്നു. പിന്നെ നമ്മളെ വാളില് ഒരു സൈഡ് വാളിന് ഇൻഫെക്ഷൻ വന്നു. ഓക്കെ. കുറെ മരുന്ന് കഴിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭേദമുണ്ട്. അതിൽ ഇപ്പം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ കുറവാണ്. രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണുണ്ടോ ഉറങ്ങിയതിനു ശേഷം? സർജറി കഴിഞ്ഞതിന് ശേഷം ഉറക്കം വളരെ കുറവാണ്. അത് സർജറി പ്രശ്നമല്ല, അതിനെങ്കിൽ മൂത്രം പോകണുണ്ടോ ഇടയ്ക്കിടയ്ക്ക് രാത്രി? ഇടയ്ക്ക് ഇപ്പോഴും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പോകും. കംപ്ലീറ്റ് ആയിട്ട് പോണ്. മൂത്രം പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതാണ് ഈ പിന്നെ ആദ്യമുള്ള സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞു വരാൻ. എത്ര സമയമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? അപ്പൊ സാറേ എനിക്ക് അറിയേണ്ടത് എത്ര വെള്ളം ഞാൻ കുടിക്കണം? നിങ്ങൾ 2-2.5 ലിറ്റർ വെള്ളം കൊടുക്കണം. പിന്നെ രാത്രി 9 മണി കഴിഞ്ഞിട്ട് വെള്ളം അത്ര കൊടുക്കണ്ട, 1 ഗ്ലാസ് മതി. രാത്രി ഞാൻ 8 മണിക്ക് ഫുഡെല്ലാം കഴിച്ച് 9 മണി 1 ഗ്ലാസ് മതി, അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട. പിന്നെ പകല് ഇഷ്ടമായിട്ട് കുടിക്കണം. പകല് ഞാൻ 2.5 ലിറ്ററോളം കുടിക്കുന്നുണ്ട്. അത് കൂടുതലാണോ എന്നുള്ളത് അറിയണം. അത് കുഴപ്പമില്ല. പ്രായവും കൂടെ വന്നോണ്ടേ പകൽ കുഴപ്പമില്ല. അതെ, വെള്ളത്തിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഇപ്പൊ ഇത്തിരി നല്ല കുറഞ്ഞു വരുന്നുണ്ട്. അതെ, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രത്തെ പ്രശ്നം എല്ലാം തീരണേ. മൂത്രത്തിൽ എനിക്ക് പോണേനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മൂത്രം ഓക്കെ. ഓപ്പറേഷൻ സക്സസ് ആയല്ലേ? സക്സസ് ആണെന്ന് പറയാൻ അന്നേരം അല്ലായിരുന്നു. പക്ഷെ പിന്നെ മെഡിസിൻ കഴിച്ച് അത് 1-2 മാസം നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മെഡിസിൻ വേണം. അത് എല്ലാം ഓക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൊറേ നാള് വരെ ഞാൻ മെഡിസിൻ കഴിച്ചു. നിങ്ങൾ കാണിച്ചു? ഡോക്ടറിനെ കാണിച്ചോ? അപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര മാസം കഴിഞ്ഞിട്ട് കാണിച്ചു? ഒത്തിരി എനിക്ക് വന്ന് ഒരു 1.5 വർഷം വരെ. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പം 2 ഇയർ ആയി. 2 ഇയർ ആയി. ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോ അറിയേണ്ടത് ഈ വെള്ളത്തിന്റെ കാര്യങ്ങളും പിന്നെ ഫുഡൊക്കെ. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 6 മാസം നിങ്ങൾ മിനിമം ഗുളിക വേണം. ആ ഗുളിക കടിച്ചിട്ട് 6 മാസം ശേഷം എല്ലാം നോർമൽ ആവും. അപ്പൊ ഓക്കെ ചേട്ടാ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗവുമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ സ്ക്രീനിങ്ങും അതിന്റെ രോഗനിർണയത്തെ കുറിച്ച് നമ്മുടെ അത് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു. അതന്നെ അതിനുശേഷം നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ IPSS എന്ന സ്കോർ ഉണ്ട്. അത് യൂറോളജിസ്റ്റ് അസോസിയേഷൻ ഓഫ് അമേരിക്കൻ യൂറോളജിസ്റ്റ് അസോസിയേഷന്റെ സ്കോറാണ്. അത് നമ്മുടെ പേഷ്യന്റ് നോക്കിയിട്ട് അത് എത്ര സിംറ്റംസ് ഉണ്ട്, അത് സ്കോർ ഉണ്ട്. അത് 1 to 5 സ്കോർ ചെയ്യും. അത് ബുദ്ധിമുട്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മുടെ നോക്കാം. അതിന് പെയിൻ സ്കോർസ് ഉണ്ട് പേഷ്യന്റിന്. അത് സിമിലർ ടു ദാറ്റ്. ഇപ്പോഴത്
എത്ര മൂത്രത്തിൽ എത്ര പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി, അർജൻസി, നോക്ചൂരിയ അത് നോക്കിയിട്ട് ആ സിംറ്റംസിലെ എത്ര ഗ്രേഡിലെ സിംറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേഡ് ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അത് സീറം PSA അത് നോക്കണം. അതിന് മാർക്കർ ഫോർ ട്യൂമർ ആണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ രണ്ട് പ്രൊസീജിയർ ആണ്, രണ്ട് പോസിബിലിറ്റി ആണ്. ഫസ്റ്റ് ബിനൈൻ ആണ് ഓർ ക്യാൻസർ ആണ്. അത് നമ്മുടെ PSA നോക്കിയിട്ട് നമുക്കറിയാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ടിൽ നമുക്ക് സൈസ് അറിയാം. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ക്ലിനിക്കൽ സൈസ്, പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട് സൈസ് എത്ര ആണ് അത് നമുക്കറിയാം. ഓക്കെ, നമുക്കൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. സ്വാഗതം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്. സംസാരിച്ചോളൂ ഡോക്ടറാട്ടെ. സാറേ, എനിക്ക് ചോദിക്കേണ്ടുള്ളത്, ഫാദറിന് 74 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ കക്ഷിക്ക് യൂറിൻ പ്രശ്നമായിരുന്നു, യൂറിൻ പോകത്തില്ലായിരുന്നു. പിന്നെ മലം പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാണിച്ച ഒരു യൂറോളജിസ്റ്റ് കാണിച്ചിട്ട് അദ്ദേഹം മെഡിസിൻ തന്ന് ഒരു സ്കാനിങ് എടുപ്പിച്ചായിരുന്നു, CT സ്കാൻ എടുത്തായിരുന്നു. ഓക്കെ. അപ്പം ആ CT സ്കാൻ നോക്കിയിട്ട് പറഞ്ഞ് ആ നമ്മളെ മൂത്രസഞ്ചിയുടെ അടിയിലങ്ങണ്ട് അകത്ത് ഉള്ളിലങ്ങണ്ട് ചെറിയ മുഴയണക്ക് ഉണ്ട് അതിനകത്ത്. മൂത്രസഞ്ചിയിലേ അല്ലേ മുഴയുണ്ടോ? ആ മൂത്രസഞ്ചിയിലാണോ അതിനകത്താണോന്ന് അറിയത്തില്ല, ചെറിയൊരു മുഴയണക്കുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ ചെയ്യണ്ട. ചേട്ടാ, റേഡിയോയുടെ ശബ്ദം ഒരു അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ. ആ ശരി, പറഞ്ഞു. ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതിപ്പം കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിച്ചാൽ ഈ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഗുളികക്ക് എഴുതി തന്നെ ഫുഡെടുത്ത് കൊടുത്തുണ്ടെങ്കിൽ ഗുളിക കഴിച്ചതിന്. പക്ഷേ ഈ കക്ഷി ഇപ്പം ഈ മെയിനായിട്ട് ചുമ്മാ ബാത്റൂമിൽ പോയിന്ന് മുക്കും. മലം പോകുന്നില്ല, മലം പോകുന്നുള്ള ചിന്താബോധത്തിൽ പോയിന്ന് ചുമ്മാ കുറച്ചേരം നോക്കിയിട്ട് പിന്നെയും വരും. വെള്ളം കോരി മലബന്ധമുണ്ടല്ലേ പേഷ്യന്റിന്? മലബന്ധം ഉണ്ടായിരുന്നു, യൂറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്യൂബൊക്കെ ഇട്ടായിരുന്നു യൂറിൻ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഇപ്പൊ ട്യൂബൊക്കെ എടുത്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഗുളിക കടിക്കണുണ്ടല്ലോ. ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നമാണ് പേഷ്യന്റിന്? എങ്ങനെ ഇപ്പൊ എന്താ പ്രശ്നമാണ്? ഇവിടെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകും, പക്ഷെ തൂറാമുട്ടെന്ന് പറയാൻ പോകുന്നു, പക്ഷെ തൂറുന്നില്ല. മോശം പാസ് ചെയ്യുന്നില്ല, പക്ഷെ പോയി ചിലര് നീക്കും, പിന്നെയും വരും, പിന്നെയും പോവും. ഇത് യൂറിൻ മോശം പാസ് ചെയ്യുന്ന കണക്കുള്ള തോന്നലാണ് കക്ഷിക്ക്. പോയി കുറെ പിന്നെ യാദർച്ചയായിട്ട് പോകുന്നുള്ളൂ മോശം. അത് മലബന്ധമുണ്ട് നിങ്ങൾ. അല്ല, മലബന്ധക്ക് നിങ്ങൾ സിറപ്പ് കൊടുക്കണം. സിറപ്പ്. പിന്നെ വെള്ളം കൂട്ടി കൊടുക്കണം. വെള്ളം കൂട്ടി കുടിക്കണം. പിന്നെ അത് ഫൈബർ ഡയറ്റ് വേണം. എനിക്ക് ഫൈബർ ഡയറ്റ് അറിയാമോ? ഇല്ല, അറിയത്തില്ല, പറ. നമ്മളെ ക്യാരറ്റ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് കൂട്ടി കടിക്കണം. ജ്യൂസ് അല്ല, പച്ച ക്യാരറ്റ് ആണ്. പച്ച ക്യാരറ്റ് കൊടുക്കണം. സാലഡ് സാലഡായിട്ട് കൊടുക്കണം. അതെ. അപ്പൊ സവാള ചെയ്ത് സാലഡായിട്ട് കൊടുക്കാൻ പറ്റും. അതെ അതെ. ഗ്രീൻ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, അത് കൂട്ടി കടിക്കാം. അങ്ങനെ അത് കൊടുത്താൽ മതിയല്ലേ. പിന്നെ ഈ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്ന ഗുളിക ഇതിനിടയ്ക്ക് നമ്മൾ പോലും അറിയാം കുറച്ച് സമയം ഗുളിക വേണം. ഇത് കുറച്ച് സമയം എടുക്കുമല്ലേ. പിന്നെ കുറച്ച് സമയം നിങ്ങൾ ഗുളിക കടിക്കാം. അത് സിറപ്പുണ്ട്. ആ സിറപ്പ് 2 ആഴ്ച കുടിച്ചിട്ട് പിന്നെ ഈ ആഹാരം എല്ലാം കടിക്കാം. അതെങ്ങനെ ഈ സിറപ്പ് നമ്മൾ എങ്ങനെ മേടിക്കും? മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ കിട്ടും. അത് പ്രിസ്ക്രിപ്ഷനിലേക്ക് കിട്ടും. നിങ്ങൾ ഇത് ഡോക്ടറെ വന്ന് കാണണം കേട്ടോ. ഓക്കെ, ശരി. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പ്രോഗ്രാം ആണ്. അപ്പോ നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, എന്റെ പേര് വിജയകുമാർ. ഞാൻ അഞ്ചാലുമുട്ടിൽ വിളിക്കുകയാണേ. ഓക്കെ. എനിക്ക് 10 വർഷമായി ഷുഗർ ഉണ്ട്. വയസ്സ് എത്രയാണത്? വയസ്സ് എനിക്ക് 54 ആയി. 54. ഓക്കെ. അന്നേരം ഞാൻ ജിമർഫോയിന്റെ 5 കഴിച്ചോണ്ടിരിക്കുക. ഏത്? ജിമർഫോയിന്റെ 5 കഴിച്ചോണ്ടിരിക്കുക. ഓക്കെ. ഷുഗറിന്റെ ഗുളിയെ. എനിക്കിപ്പം ഈ മൂത്രം വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് നല്ല നടുവേദന, മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. അത് ഞാൻ മരുന്ന് മേടിച്ച് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന് കഴിഞ്ഞാൽ മരുന്ന് എന്റെ എല്ലാം കഴിഞ്ഞായിരുന്നു. മൂത്രത്തിൽ കല്ലാണ്? അതെ, കിഡ്നിയിലാണോ? മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. കിഡ്നിയിൽ ഇടതുവശത്ത് കിഡ്നിയിൽ 16.5 വളർന്നിരുന്നായിരുന്നു. 16 mm കല്ലാണ്. ഓക്കെ. അതെ സാർ. എന്നാൽ ഇപ്പൊ എനിക്ക് ഈ മൂത്രത്തിനകത്ത് നിറവ്യത്യാസമുണ്ട്. എന്ത്
എന്ത് പ്രശ്നമാണ് ഇപ്പൊ മൂത്രത്തിൽ? മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു കയറിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നുണ്ടോ? ഇടയ്ക്ക് പോവും, അങ്ങനെ അധികമായിട്ട് പോകത്തില്ല. നല്ല മൂത്ര സ്മെല്ലും ഉണ്ട്, നല്ല നിറവ്യത്യാസമുണ്ട്. എത്ര സമയമല്ലേ മൂത്രം പിടിക്കും? ഇല്ല സാർ, എത്ര സമയമല്ലേ മൂത്രം പോവും? ഒരു 5 തവണ മൂത്രം പോവും. 5 തവണ ഒരു ദിവസം മൂത്രം പോവും. 5 മണിക്കൂറല്ലേ? 5 വട്ടം മൂത്രം പോവും, 5 പ്രാവശ്യം പകല് ഈ ഒരു ദിവസമല്ലേ? മൂത്രം പോവാറുണ്ട്. ഓക്കെ ശരി ശരി. പിന്നെ വെള്ളം എത്ര കുടിക്കുന്നുണ്ടെങ്കിൽ? വെള്ളം ഞാൻ കൂടുതൽ കുടിക്കുന്നുണ്ട്. നല്ല ഒരു 5-6 ലിറ്റർ കുടിക്കുന്നുണ്ട്. 5-6 ലിറ്ററാ? ആ, അത് കുറച്ച് കഷ്ടമാണത്. അത് കൂടുതലല്ലേ സാറേ? ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് മൂത്രത്തിലെ സ്മെല്ലാണ്, അത് മാത്രം പ്രശ്നമാണെങ്കിൽ? അതെ, മൂത്ര സ്മെല്ലും ഉണ്ട്, നല്ലോണം പതഞ്ഞു വരുന്നുണ്ട് മൂത്രം ഒഴിക്കുന്ന. ഓക്കെ, നിങ്ങൾ ഇൻഫെക്ഷന്റെ പോസിബിലിറ്റി ഉണ്ടാവും. നിങ്ങൾ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്തോ? മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യണം. അവനെ നമ്മുടെ പസൽസ് എത്ര ഉണ്ട്, പിന്നെ ബാക്ടീരിയ ഉണ്ട് ഇല്ല, അത് നമ്മൾ നോക്കണം. അതെ, അത് നോക്കിയിട്ട് പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണോ അത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അതെ അതെ, അത് ഡോക്ടറിനെ കാണിച്ചിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യണം ഫസ്റ്റ്. അതെ അതെ. അവനെ പിന്നെ നിങ്ങൾ ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ ഉണ്ട്, ഷുഗർ എനിക്ക് 390. അതെ, ഷുഗർ കൺട്രോൾ ഇല്ല. നിങ്ങൾ ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ റിസ്ക് കൂട്ടാവും. അതെ. സോ ഫസ്റ്റ് നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അത് ചെയ്തിട്ട് നമ്മുടെ ബാക്കി എല്ലാ ഡിസിഷൻ അത് ശേഷം നമ്മുടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട് ഡോക്ടർ, കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. അമ്മ പേരൊന്ന് പറയോ? ബേബി. അമ്മ ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. അമ്മ വയസ്സ് എത്രയാണ്? എനിക്ക് 92, 92. ഓക്കെ മാം, പറയാം മാം. മെയിൽ പേഷ്യന്റാ. ഓക്കെ അമ്മ. ഓക്കെ ശരി, പറയണേ. എനിക്ക് ഇപ്പൊ 92 years old. സാർ പറയണേ. 92 years old. ഒരു 20 years ബാക്കിൽ എനിക്ക് പോസ്റ്റേറ്റ് കംപ്ലൈന്റ് വന്നു. ഓക്കെ. അത് പിന്നെ 20 രൂപ അത് ഓപ്പറേഷൻ കഴിഞ്ഞു. വെയിനാറ്റി ഓപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, എത്ര 20 വർഷത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്തല്ലേ? 20 വർഷം മുമ്പ്. ഓക്കെ, 20 മുമ്പ് വെയിനാറ്റി ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ അതെല്ലാം സുഖമായി. ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് ഒരു ബോൾ റൈറ്റ് ബോൾ എല്ലാവരും ചെയ്ത്. ഓക്കെ, റൈറ്റ് ബോള്. പിന്നെ അദ്ദേഹത്തെ കാണിച്ചു, അതെല്ലാം മാറി ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ കംപ്ലൈന്റ് ഒന്നും ഇല്ല, എങ്കിലും ഇതൊന്ന് അറിയാനായിട്ട് സാറിനെ വിളിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇരിക്കുന്നുണ്ട്. അത് റൈറ്റ് ബോൾ വീക്കമല്ലേ? ഇതോ റൈറ്റ് ബോളിൽ സ്വെല്ലിംഗ് ഉണ്ടല്ലേ? റൈറ്റ് ബോൾ 2 months back, 2 months ago. അതായത് വീക്കം മാറി, അതായത് മെഡിസിൻ തന്നു. പിന്നെ 10 ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് മാറി. ഇപ്പൊ 2 മാസമായി. ഞാൻ പോയിട്ട് വന്നാ ഇപ്പൊ അതിന്റെ സംശയം ചോദിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഒരു ഒക്ടോമോളിന് എന്തോ ഒരു ഗുളിയുണ്ടല്ലോ, അത് കഴിച്ചോണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എന്ത് പ്രശ്നം എന്താണ് ഇപ്പൊ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, സാധാരണ രീതിയിൽ തന്നെ മൂത്രം പോകുന്നുണ്ട്, ഒരു 6 പേര് എല്ലാം പോകുന്നുണ്ട്. ഓക്കെ, അതിന് സ്പെഷ്യൽ കെയർ ആയിട്ട് വല്ലതും ചെയ്യേണ്ട വല്ലതും ഉണ്ടോ? അത് നേരത്തെ നിങ്ങൾ അത് ടെസ്റ്റിസ് ഇൻഫെക്ഷൻ ആയി, എപ്പിഡൈഡമോ ഓർക്കൈറ്റിസ് ആണ്, അത് ഇൻഫെക്ഷൻ ആണ്. അത് കുറച്ച് പോസിബിലിറ്റി ആണ്. നിങ്ങൾ അത് ഇപ്പൊ മാറിയില്ലേ? മാറി അതിപ്പോ മാറി. ഒരു സഫറിംഗ് ഇല്ലെങ്കിലും ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം സംശയം ചോദിക്കുന്നുള്ളൂ. വെള്ളം കുടിക്കുന്നുണ്ട്, സാധാരണ യൂറിൻ പോകുന്നുണ്ട്, എല്ലാം കംപ്ലീറ്റ് പോകുന്നുണ്ട്. അത് നല്ലതല്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? പറയാം. ഈ പോസ്റ്റേറ്റ് ഗ്ലാൻഡിലല്ലേ സെമൻ ഫോം ചെയ്യുന്ന അതിനകത്തല്ലേ? അത് കംപ്ലീറ്റ് അല്ല, അത് കുറച്ച് പാർട്ട് ഓഫ് സീമൻ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിലെ ഉണ്ടാവും. മെയിൻ കണ്ടന്റ് സെമിനൽ വെസിക്കൽ അത് ഉണ്ട് വേറെ സ്ഥലം. അത് പ്രോസ്റ്റേറ്റ് അകത്തിലെ ഉണ്ട്. അത് ഞാൻ ഡൗട്ട് കൊണ്ട് ചോദിക്കുന്നേ ഉള്ളൂ.
ഡോണ്ട് തിങ്ക് അതർവൈസ്. അത് നോർമൽ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ നസീറ പോളപ്പറ്റിൽ നിന്ന് വിളിക്കാം. സംസാരിച്ചോളൂ ചേട്ടാ ഡോക്ടറായിട്ട്. ഡോക്ടറെ, പറയാം. ഞാനൊരു ആക്സിഡന്റ് പറ്റി 6 മാസവും 3 ദിവസമായി. വയസ്സ് പറയണേ. എനിക്ക് 54 വയസ്സായി. ഓക്കെ, ശരി. എനിക്ക് നട്ടലിനാണ് പരിക്ക് പറ്റിയത്. നട്ടല് പൊട്ടിപ്പോയി. വലത്തെ കാലില് മേൻ നരമ്പ് കോട്ടിങ് ആയി. ഓക്കെ. അങ്ങനെ 24 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത്. സ്പൈൻ ഓപ്പറേഷൻ ചെയ്തല്ലേ? ഓക്കെ. നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത്. നരമ്പ് പുളിയെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ 6 മാസവും 3 ദിവസമായി ഇതുവരെ യൂറിൻ പോകാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ട്യൂബ് ഇട്ടേക്കാണ്. 6 മാസമായി ട്യൂബ് ഇട്ടിട്ടുണ്ടോ? ട്യൂബ് ഇപ്പോഴും കിടക്കുക. ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് നോക്കും, മൂത്രം തനിയെ പോകുന്നുണ്ടോന്ന്. ഡോക്ടർ ഇപ്പൊ നോക്കുന്ന ഡോക്ടർ പറഞ്ഞ് 3 മണിക്കൂർ നോക്കണം, വെള്ളവും കുടിച്ചിട്ട് ബ്ലോക്ക് മാറുന്നുണ്ടോന്ന്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്ത്. അങ്ങനെ ചെയ്തിട്ടും യാതൊരു 5 മണിക്കൂർ വരെ ഇരുന്നിട്ടും യാതൊരു അനക്കവും ഇല്ല. പോകുന്നില്ല. വീണ്ടും പോത്തില്ല. പിന്നെ എടുത്ത് ഞാൻ ഇത് ആക്കും. ഇപ്പം ഈ 20-ാം തീയതി രാത്രി 10 മണിയായപ്പം ഞാനങ്ങനെ ട്യൂബ് ഇട്ടപ്പോ ഇത് തനിയെ ഊരിയങ്ങ് പോയി. ഓക്കെ. തനിയെ ട്യൂബ് ഊരിപ്പോയി. പക്ഷെ അന്ന് രാത്രി ഒരു 10 മണിക്കായിരുന്നു ഊരിപ്പോയി. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. അടിവയറൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ നേരെ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ടുണ്ട്. ഇത് ട്യൂബ് ഇടും, യൂറിൻ പാസ്സാവും. ട്യൂബ് ഇട്ടിട്ട് ശേഷം യൂറിൻ പാസ്സാവും അല്ലേ? യൂറിൻ പാസ്സാവും. ഇപ്പൊ ഞാൻ രാത്രി 10 മണിക്ക് ഊരിയിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് ഞാൻ ട്യൂബ് ഇട്ടത്. അപ്പം ഒന്ന് പരിശോധിച്ച് നോക്കാം, ഇച്ചിരി വേദന ഉണ്ടെങ്കിലും സഹിക്കാന്നും പറഞ്ഞാൽ ഞാൻ കിടന്നത് നൈറ്റ്. പക്ഷെ രാവിലെ 12 മണിക്കൂറായിട്ടും ഒരു ഇതുമില്ല. ആ ഊരിന് മാത്രം ഒരു ചെറിയ വേദനയുണ്ട്. നമ്മളെ മൂത്രം വന്ന് മുട്ടി നിൽക്കുന്നതിനൊക്കെയുള്ള ഒരു വേദനയാ, ചെറിയൊരു വേദന. നമ്മൾ മൂത്രം ഒഴിക്കാപ്പോ ഒരുപാട് താമസിച്ച് വരുന്നതിനൊക്കെയുള്ള, അല്ലാതെ വയറ്റിന് അടിഭാഗം ഒന്നും വേദന വന്നില്ല. പിന്നെയും ഞാൻ കൊണ്ടുപോയി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബ് ഇട്ട്, വേറെ പുതിയ ട്യൂബ് ഇട്ടപ്പം യൂറിൻ പാസ്സായി. ഓക്കെ. ഇപ്പൊ 6 മാസവും 3 ദിവസമായി ഡോക്ടറെ. ഓക്കെ. നിങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പൊ? നടന്നുണ്ടോ? മരുന്നുണ്ട്. മരുന്നില്ല, നടന്നുണ്ടോ? നടക്കുന്നുണ്ടോ? നടക്കും. കുറച്ച് നടക്കും. ഈ വലത്തേക്കാലിന് ഇച്ചിരി വേദന വരും. അങ്ങനെ കാല് നീരിടിക്കും. നടക്കണോ കൂടുതലേ? കൂടുതൽ നടക്കുമ്പോ പിന്നെ സ്പൈനിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ നേരത്തെ? സ്പൈൻ നിങ്ങൾ നടുവിലെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? നരമ്പില്ല. ഈ ആക്സിഡന്റ് സംബന്ധിച്ചുണ്ടായതാ. അതെ. കാലില്ല. അത് വലത്തെ കാലിലാണ് പറ്റിയത്. നട്ട ഓപ്പറേഷൻ ചെയ്തല്ലോ. നട്ടൽ ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഒക്കെ ഇട്ടേക്കാണ്. 4 പൊട്ടലുണ്ടായിരുന്നു പറഞ്ഞു ഡോക്ടർ. നട്ടൽ ഒരു നട്ട് ഒരെണ്ണം ഇച്ചിരി ചിമ്മിപ്പോയി. അങ്ങനെ 2 സ്ക്രൂ ഇട്ടേക്കാണ് നട്ടൽ. പോസിബിലിറ്റി ന്യൂറോജനിക് ബ്ലാഡറിന് ഒരു ബുദ്ധിമുട്ടാണ്. അത് പോസിബിലിറ്റിയാണ് നിങ്ങളുടെ ക്രോണിക് യൂറിനറി റിട്ടൻഷനിൽ പോകും പേഷ്യന്റ്. അപ്പൊ ക്രോണിക് യൂറിനറി റിട്ടൻഷൻ ഇത് കൂടുതൽ മൂത്രാശയ മൂത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും സെൻസേഷൻ ഉണ്ടാവില്ല. പിന്നെ 1 ലിറ്റർ 2 ലിറ്റർ മൂത്രം കളക്ട് ആവും അവിടെ മൂത്രാശയല്ലേ, അവിടെ കിടക്കുമല്ലേ. നിങ്ങൾ ഒന്നും സെൻസേഷൻ ഉണ്ടാവില്ല, നിങ്ങൾ അറിയാമോ. പിന്നെ മൂത്രം പോവില്ല. അത് ന്യൂറോജനിക് ബ്ലാഡറിന്റെ പ്രശ്നമാണ്. എന്റെ അടുത്ത് ഈ ട്യൂബ് മാറ്റാനില്ല, പാലിയേറ്റീവ് കയറിയെന്ന് 2 സിസ്റ്റർമാർ വരാറ്. അപ്പൊ അവര് പറഞ്ഞ് 45 വയസ്സ് കഴിഞ്ഞാല് ഈ മൂത്രാശയത്തില് അടവ് വരും, ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം രാത്രി കഴിക്കാൻ വേണ്ടി 2 സൈസ് ഗുളിക എഴുതി തന്നു. അത് ഞാൻ ഇപ്പം 14 ദിവസമായിട്ട് കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് 14 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ട്യൂബ് ഉണ്ടല്ലേ? അപ്പൊ ട്യൂബ് ഇട്ടില്ലെങ്കിൽ മൂത്രം പോവില്ലേ? പോത്തില്ല. അപ്പൊ ഈ മൂത്രസഞ്ചിയുടെ കുഴപ്പമായിരിക്കുമോ? 45 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു സിസ്റ്റർമാരെ. അത് നമുക്ക് ഫസ്റ്റ് ഒരു യൂറോ ഡൈനാമിക് സ്റ്റഡി അത് ചെയ്യണം. സ്കാൻ അല്ല, അത് യൂറോ ഡൈനാമിക് ഒരു ടെസ്റ്റ് ആണ്. അത് മൂത്രാശയത്തെ ടെസ്റ്റ് ആണ്. മൂത്രാശയത്തിൽ എത്ര സെൻസേഷൻ ഉണ്ട്, സെൻസേഷൻ ഇല്ല നമുക്ക് അറിയാം. നിങ്ങൾ സ്പൈനൽ ഫംഗ്ഷൻ എത്ര കൂടുതൽ നോർമൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് 6-7 മാസം പിടിക്കും യൂറിൻ പാസ് ചെയ്യാനെന്ന്. അത് കണക്കന്നെ മലബന്ധവും കുഴപ്പമാണ്. അതുപോലെ മരുന്ന് തന്നിട്ടുണ്ട്, അത് ഞാൻ ഡെയിലി രാത്രി കഴിക്കും. മെയിൻ അതന്നെ ന്യൂറോജനിക് ബ്ലാഡർ, പിന്നെ ബാവൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ന്യൂറോജനിക് റിലേറ്റഡ് ആണ്. അത്
ആ അത് നമുക്ക് യൂറോ ഡൈനാമിക് സ്റ്റഡി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാമോ? ആ അത് അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ? ഈ ടെസ്റ്റ് ചെയ്യണം. യൂറോ ഡൈനാമിക് സ്റ്റഡിയാണ്. എനിക്ക് ഡോക്ടറിനെ ചോദിക്കണം. യൂറോ ഡൈനാമിക്സ് സ്റ്റഡി അതാ. ശരി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, ഇതിന്റെ ഒരു പ്രധാന കാരണം, ഈ ഒരു അസുഖത്തിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? മെയിൻ ഇത് ഏജ് റിലേറ്റഡ് ആണ്. നമുക്ക് ഏജ് കൂട്ടിട്ട് ഏജ് ഇൻക്രീസ് ആവും. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നോർമലി അത് സൈസ് ഇൻക്രീസ് ആവും. അത് എല്ലാവർക്കും നോർമൽ ആണ്. അതുകൊണ്ട് ഡിസീസ് അല്ല. ശരി. അപ്പൊ ഇതിന് കുറെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രധാനമായി കാണുന്നത്? അത് മെയിൻ അത് ഞാൻ പറഞ്ഞ ഫ്രീക്വൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നുണ്ട്. പിന്നെ അർജൻസി ആണ്, പെട്ടെന്ന് മൂത്രം സെൻസേഷൻ വരും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നോക്ചൂരിയ, അതിനാ രാത്രി ഉറങ്ങിന് ശേഷം 3-4 പ്രാവശ്യം മൂത്രം പോകും നോർമൽ. പിന്നെ മുക്തത്തിരി ശക്തി കുറവ് ഉണ്ടാവും. പിന്നെ നമുക്ക് മുക്കിട്ട് മൂത്രം പോകും പേഷ്യന്റ്. പിന്നെ മൂത്രം പോയിട്ട് ശേഷം പിന്നെ അത് മൂത്രം പോകുന്നത് സെൻസേഷൻ വരും. അതൊരു മെയിൻ പ്രശ്നമാണ്. അത് കുറച്ച് പേഷ്യൻസിലെ, അത് മാക്സിമം പേഷ്യൻസിലെ ഈ സിംറ്റംസ് ഉണ്ടാവും. പിന്നെ കുറച്ച് പേഷ്യൻസിലെ അത് നമ്മൾ സ്ട്രെയിൻ ചെയ്യും, അവന് അത്ര പ്രശ്നമില്ല. ആ സമയത്ത് സം പേഷ്യൻസ് ഹാവ് കിഡ്നി ഫെയിലിയർ ആവും. അത് ബാക്ക് പ്രഷർ ചേഞ്ചസ്, അതിനെ നമ്മൾ പറയാം. മൂത്രാശയത്തിലെ കൂടുതൽ മൂത്രം കളക്ട് ആവും. അത് കളക്ട് ചെയ്തിട്ട് ശേഷം അത് മൂത്രവാഹിനിയിലെ പോകും. അത് ബാക്ക് പ്രഷർ. അത് നമ്മുടെ അത് പൈപ്പ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താവും, ബാക്ക് പ്രഷർ ആവും വെള്ളത്തില്. പിന്നെ ഓവർഫ്ലോ ആവും നമുക്ക് ടാങ്കില്. അത് സിമിലർ ആണ്. അത് ഇത് മൂത്രാശയത്തിൽ കളക്ട് മൂത്രം അത് മൂത്രവാഹിനിയിൽ പോയിട്ട് ശേഷം നമുക്ക് കിഡ്നിയിലെ കളക്ട് ആവും. പിന്നെ കിഡ്നിയിലെ കളക്ട് ആയിട്ട് ശേഷം അത് കിഡ്നി ഫെയിലിയർ പ്രശ്നം വരും. ഓക്കെ, നമുക്കൊരു കോൾ കൂടിയുണ്ട്. കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ അമ്മയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. പിന്നെ യൂറോളജി ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത് മൂത്രസഞ്ചിയില് ക്ഷത വളരുമെന്നാ പറഞ്ഞത്. മൂത്രസഞ്ചിയില് നടത്തി ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയോ? കേട്ടിട്ടില്ല ഡോക്ടർ. അത് എന്തോ ഒന്നും കൂടെ പറയോ? ഒന്നുകൂടെ വ്യക്തമായിട്ട് ഒന്നും കൂടെ പറയോ? ഞങ്ങളെ അമ്മയ്ക്ക് മൂത്രസഞ്ചിയിൽ ക്ഷത വളരുമെന്നാ പറഞ്ഞത്. അത് ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞിപ്പോ യൂറോളജി ഡോക്ടറെ കണ്ട് സ്റ്റോക്ക് വന്നതുകൊണ്ട് ആ ഡോക്ടറെ ഒന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നമുക്ക് എന്താ പ്രശ്നമാണ് ഇപ്പൊ? പോയില്ല. ഇതിന്റെ ഇടയ്ക്ക് മാംസം വളരുന്നതായിട്ടുള്ളതാണ് പ്രശ്നം പറയുന്നത് അല്ലേ? മൂത്രസഞ്ചില്ലേ? മൂത്രസഞ്ചിയില് അതെന്താ പറഞ്ഞു? പിന്നെ സ്കാൻ ചെയ്തോട്ടു. സ്കാനിങ് ഒക്കെ ചെയ്ത് സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. അത് ക്യാൻസർ ആയിട്ട് പറഞ്ഞോ? അത് ചെയ്താൽ കുഴപ്പം വരും, അത് കഴിച്ചാൽ മാറും, അതെങ്ങനെയാന്ന് മൂത്രസഞ്ചിയിലെ മാംസം വരും. അത് ക്യാൻസർ ബാധിക്കുന്ന സമയത്ത് മാത്രം വരും. മൂത്രസഞ്ചിയിലെ മാംസം ഉണ്ടാന്ന് പറഞ്ഞു. അത് ക്യാൻസർ ആയിട്ടേ പറഞ്ഞോ? നമുക്ക് അറിയത്തില്ലായിരുന്നു. ഡോക്ടർ ചോദിക്കുന്നത് മുഴ ഉണ്ടെങ്കിൽ, മൂത്രസഞ്ചിയിലെ മുഴ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷന് വേണ്ടി വരും. ഗുളിക കഴിച്ചാൽ മാറത്തൊന്നുമില്ലല്ലേ? അല്ല. പ്രായം വ്യത്യാസം ഉണ്ടോ അതിന്? എന്തമ്മ പ്രായം? അത് ചെറുപ്പമല്ലല്ലോ, 72 വയസ്സായില്ലേ? അത് ചെയ്യുന്നതിന് അത് കുഴപ്പമില്ല അമ്മ. ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. വേറെ ചോദിക്കാണ്ടോ? അമ്മയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറയുന്നത്. മാറി പിന്നിപ്പോ കുഴപ്പമില്ലാതിരിക്കുക. അപ്പൊ ഡോക്ടർ സമാധാനമായിട്ട് ചെന്നാ മതിയെന്ന് പറഞ്ഞു. അത് നമ്മളെ സ്കാൻ റിപ്പോർട്ട് നോക്കിട്ട് അമ്മ പറയാൻ പറ്റൂ. അത് ഇങ്ങനെ പറഞ്ഞത് ഡോക്ടറെ. പിന്നെ ചെറുത വളരുന്ന അമ്മ അത് കുറച്ച് ദിവസം എന്തായാലും ചെയ്യണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് പ്രായപരിധി ഇല്ലേ അമ്മയ്ക്ക്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ രണ്ടാമത് ചെന്നപ്പോ ഡോക്ടർ അത് മൂത്രസഞ്ചിയിലാണ് ഗർഭസഞ്ചിയിലാണ്? അത് യൂട്രസിലെ പ്രശ്നമാണ്. മൂത്രസഞ്ചിയിലെന്നാ പറഞ്ഞത്. മൂത്രസഞ്ചിയിലെ മുഴ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ വേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട് ഡോക്ടർ, നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് മാത്യൂസ്, ഏജ് 66. എനിക്ക് പ്രോസ്റ്റേറ്റിന്റെ വീക്കമായിട്ട് ഒരു 20 കൊല്ലത്തിന് മേളിലായി. പിന്നെ നൈറ്റിൽ 2 തവണ എഴുന്നേക്കണം മൂത്രമൊഴിക്കാൻ. പിന്നെ 2 മണിക്കൂർ കൂടുമ്പം മൂത്രമൊഴിക്കാൻ തോന്നും. കറക്റ്റ് 2 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നും. അതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് സിലുഡാൽ 8 പിന്നെ മിറാഗോ 25 ആണ് കഴിക്കുന്നത്. അപ്പൊ ഇത് പ്രൊലോങ്ഡ് യൂസ് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ,
അതോ സർജറി എപ്പോഴാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നത് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യമുള്ളത്, ലെഫ്റ്റ് എപ്പിഡൈഡിമസിന് കുറച്ച് പിന്നെ വീക്കം ഉണ്ട്. അത് ടെസ്റ്റ് ഇച്ചിരി വീങ്ങിയിരിക്കുകയാണ്. സ്കാൻ ചെയ്തപ്പോൾ എപ്പിഡൈഡിമസിന്റെ വീക്കമാണ് എന്ന് പറയുന്നു. അപ്പൊ അതിനും ഒരുമിച്ച് സർജറി ചെയ്യാൻ പറ്റുമോ? രണ്ടും കൂടെ ഒരേ സിറ്റിംഗ് തന്നെ ചെയ്യാൻ ഒക്കുമോ എന്നാണ് അറിയേണ്ടത്. എപ്പിഡൈഡിമസ് സിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. എങ്കിൽ നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ വേണ്ടി വരും. ഇൻഫ്ലേറ്റഡ് ആണ്, ഇച്ചിരി വീങ്ങിയിരിക്കുകയാണ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആന്റിബയോട്ടിക്സ് മാത്രം ട്രീറ്റ് ചെയ്യണം. ഇൻഫെക്ഷൻ അല്ല, ഇങ്ങനെ വീങ്ങിയിരിക്കുകയാണ്, ഇൻഫ്ലെയിംഡ്. അതെ, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കോംപ്ലിക്കേഷൻ ആണ്. അത് റിക്കറന്റ് ഇൻഫെക്ഷൻ ആവും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ടെസ്റ്റിസ് വീങ്ങിയിരിക്കുകയാണ്. അത് എപ്പിഡൈഡിമസിന്റെ ആണെന്നാണ് പറഞ്ഞത്, ഹൈഡ്രോസീൽ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വിഷയം വേറെ. പിന്നെ മറ്റേതെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിന്റെ വീക്കം ഉണ്ട്. അതിന് ഞാൻ കഴിക്കുന്ന 2 മരുന്നുകളാണ് പറഞ്ഞത്. ആ ഗുളിക കഴിച്ചിട്ട് ശേഷം നിങ്ങൾ വ്യത്യാസമുണ്ടോ? അത് പിന്നെ നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 hours കൂടുമ്പോൾ മൂത്രമൊഴിക്കണം. രാത്രി 2 വട്ടം മൂത്രമൊഴിക്കാനായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് സൈസ് അറിയാമോ? 60 cc ആണ്. പിന്നെ നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷനിൽ പോകും. അത് വൺ ഓഫ് ദ ഇൻഡിക്കേഷൻ ആണ് ട്രീറ്റ്മെന്റ്, സർജറി. പക്ഷെ ആ സർജറിയിലേക്ക് കയറണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഡോക്ടർ നിർണ്ണയിക്കണോ, അതോ പേഷ്യന്റ് ആണോ പറയേണ്ടത് സർജറി വേണമെന്നുള്ളത്? പേഷ്യന്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം. അത് ഫസ്റ്റ് നമുക്ക് 6 റീസൺസ് ഉണ്ട് ഓപ്പറേഷൻ. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പോകും മൂത്രമില്. പിന്നെ അതില്ല. പിന്നെ സ്റ്റോൺസ് ഉണ്ടായിരുന്നു മൂത്രസഞ്ചിയിലെ, അതല്ല. പിന്നെ സഡൻ മൂത്രത്തെ ബ്ലോക്ക് ആവും, അതില്ല. ഓക്കെ, ഇത് 3 ഇല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും, യൂറിനറി ഇൻഫെക്ഷൻസ്, UTI, അതില്ല. പിന്നെ 5th നിങ്കൽ കണ്ടീഷൻ ആണ്, നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. ഇത് മരുന്ന് കഴിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ല. സിംറ്റംസ് സ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യും. അല്ല, ഇത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ 2 മണിക്കൂർ കൂടുതൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും എക്സാക്ട്ലി 2 hours കഴിയുമ്പോൾ മൂത്രം കഴിക്കാൻ തോന്നും. ഓക്കെ, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. പ്രോസ്റ്റേറ്റ് അത് നിങ്ങൾ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി പ്രശ്നമാണ് നിങ്ങൾ. ഡോക്ടർ, വേറെ ഒരു സ്ഥലത്ത് ഇതിന്റെ ഒരു വീനസ് എംബോളൈസേഷനെ പറ്റി കേൾക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രൊസീജിയർ ആണോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യപ്പെട്ടു. പിന്നെ മെയിൻ ഒക്കെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ വേദന പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ കഴിഞ്ഞിട്ട് സൈസ് ചെറുതായിട്ടാവും പ്രോസ്റ്റേറ്റ്. പിന്നെ അവന്റെ കോംപ്ലിക്കേഷൻസ് ആയത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേദന വരും അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്ഥലമില്. ആക്ച്വലി അത് ചെയ്യുന്നത് ഏതോ ഒരു മരുന്ന് കൊടുത്തിട്ട് അവിടുത്തെ ഗ്രന്ഥികളെ ക്ലോസ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഈ മരുന്ന് മറ്റു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത് മെയിൻ അത് തന്നെ. ഇത് ഈ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്യും. അത് ബ്ലഡ് വെസൽ ഇല്ലെങ്കിൽ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെറുതായിട്ടാവും. അപ്പൊ അത് മാത്രമാണ്. അത് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. സൈഡ് എഫക്ട് ഞാൻ പറഞ്ഞല്ലേ, ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാവുമെങ്കിൽ ക്രോണിക് പെയിൻ ഉണ്ടാവും, പെരിനിയൽ പെയിൻ. TURP നല്ലതാണ്. അതാണ് വേണ്ടത്. അത് ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ സാറിന് ഏത് പ്രായം മുതലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? ഏത് പ്രായം മുതൽ വയസ്സ്? യൂഷ്വലി 55 കഴിഞ്ഞിട്ട് മൈൽഡ് സിംറ്റംസ് വരും. മോസ്റ്റ്ലി ഇൻ ഓൾഡ് ഏജ് 55 കഴിഞ്ഞിട്ട് 60-65 ഇയേഴ്സ് ഇതിന് സ്റ്റാർട്ട് ആവും പേഷ്യൻസിന്. ആ ഏജത്തെ ബിഗിൻ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കത് ഒഴിവാക്കാനായിട്ട്, ഇത് വരാതിരിക്കാനായി ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കണം സിംറ്റംസ്. മെയിൻ ഇത് സിംറ്റമാറ്റോളജിയാണ്. മെയിൻ നമുക്ക് എന്ത് പ്രശ്നമാണ് ഇത് മൂത്രത്തിലെ, അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നു, മൂത്രത്ത് ശക്തി കുറവാണ്, അതെല്ലാം നോക്കണം. എത്ര മണിക്കൂറിൽ മൂത്രം പോകുന്നുണ്ട്, എത്ര വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയബറ്റീസ് ആണ്, അത് നോക്കണം. അതെല്ലാം മൂത്രത്ത് സിംറ്റംസ് നമ്മൾ നോക്കണം. അതിന് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് അത് ട്രീറ്റ്മെന്റ് നമ്മുടെ മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. അത് നമ്മുടെ എല്ലാ പേഷ്യൻസ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ
മെഡിസിൻ കൊടുക്കുക. അങ്ങനെ ആൽഫ ബ്ലോക്കേഴ്സ് ആണ് അതാണ്. അത് പ്രോസ്റ്റേറ്റ് നെക്ക് നമുക്ക് മൂത്രാശയത്തെ ഒക്കെ സ്ഥലമുണ്ട് അവിടെ, അതിന് റിലാക്സ് ചെയ്യും. അത് നമ്മുടെ യൂഷ്വലി 30 cc സൈസ്, നോർമൽ സൈസ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ആണ് എത്രയാണ് 20 മില്ലി. പിന്നെ 20 മില്ലി 30 മില്ലി ഉണ്ടെങ്കിൽ നമ്മുടെ ആൽഫ ബ്ലോക്കർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 30 മില്ലിത്തെ സൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ ട്രീറ്റ്മെന്റ് മെഡിക്കലി സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലേ, ഏതെങ്കിലും മെഡിക്കൽ മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ സർജറിയിൽ പോകും. പിന്നെ ബാക്കി ഞാൻ കണ്ടീഷൻസ് പറഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരണ, യൂറിൻ ഇൻഫെക്ഷന്, പിന്നെ കിഡ്നി സ്റ്റോൺസ്, പിന്നെ കിഡ്നി ഫെയിലിയർ ആണ്, 2 കിഡ്നിന് വീക്കമാണ്, അത് പ്രശ്നമാണ്. ബാക്ക് പ്രഷർ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമില് ബ്ലഡ് പോകണം, അത് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. ഓക്കെ, നമ്മള് സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ടോ ഇതിന്? മെയിൻ ഡയറ്റില് ഒന്നുമില്ല, ജസ്റ്റ് മെയിൻ ഇത് വാട്ടർ ഇൻടേക്കിൽ കൺട്രോൾ ചെയ്യണം. പിന്നെ കീഗൽസ് എക്സസൈസ് പറഞ്ഞു അത് ചെയ്യണം. അത് മെയിൽ സ്കിൻ അഡ്വൈസബിൾ ആണ്. അപ്പൊ നിങ്ങൾ മൂത്രത്തെ കുറച്ച് കൺട്രോൾ വരും, ബ്ലാഡറിന്റെ കൺട്രോൾ വരും. അത് കീഗൽസ് എക്സസൈസ് ആണ് ഫസ്റ്റ്. പിന്നെ ഇത് മോഡിഫിക്കേഷൻ എന്താ വെള്ളം ഇൻടേക്ക്, വാട്ടർ ഇൻടേക്കിൽ മോഡിഫിക്കേഷൻ ചെയ്യണം. പകൽ കൂടുതൽ വെള്ളം കൊടുക്കണം. പിന്നെ രാത്രി 9 മണി 8 മണി കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 ഗ്ലാസ് മാത്രം കുടിക്കണം. ഇപ്പൊ നമുക്ക് സ്ത്രീകളിലാണോ ഇത് പുരുഷന്മാർക്കാണോ ഇത് കൂടുതലും? ഇത് സ്ത്രീകളിലാണോ പുരുഷന്മാർക്കാണോ? പുരുഷന്മാർക്ക് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം വരും. നമുക്ക് ഇതിനുള്ള ഈ ഒരു അണുബാധ ഇത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഒരു അസുഖം ഈ ഒരു ഉണ്ടാവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങൾ വരാതിരിക്കാനായി നമുക്കിങ്ങനൊരു നമുക്കറിയാലോ ഇങ്ങനൊരു അസുഖം വരുന്നുണ്ട്, അത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രിവെൻഷൻ അത് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് അത്ര മോഡിഫിക്കേഷൻസ് ഇൻ വാട്ടർ ഇൻടേക്ക് മാത്രം അറിയാൻ ചെയ്യണം. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ട് ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കരുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കെയർ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചിരുന്നു, ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യവും ഒക്കെ വരുന്നത് എപ്പോഴായിരിക്കും? അപ്പൊ ഓപ്പറേഷൻ ചെയ്യണം. ഒരു പ്രായം ഇപ്പൊ തുടങ്ങും തന്നെ നമുക്കറിയാലോ, ഒരു 50 കഴിയുമ്പോഴാണ് ഇതൊരു പ്രശ്നമാകുന്നത്. അപ്പോ നമുക്ക് ഓപ്പറേഷൻ മസ്റ്റ് ആവുന്നത്, അതൊക്കെ ഒരു പ്രായത്തിൽ അങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതാണ്. അത് ഏജ് സ്പെസിഫിക് അല്ല. അതായത് 55 ഇയേഴ്സിലെങ്കിലൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരും. മെയിൻ ഇത് സൈസ് നോക്കണം, ഫസ്റ്റ് സൈസ്. പിന്നെ മെയിൻ സെക്കൻഡിന് സിംറ്റംസ് ആണ്. സിംറ്റംസ് കൂടുതൽ ഉണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് അത് ശരിയായിട്ടില്ല, പിന്നെ നമുക്ക് ഓപ്പറേഷനിൽ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കിഡ്നി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ, പിന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ പിന്നെ ക്രിയാറ്റിനിൻ ലെവൽ നോക്കണം. ക്രിയാറ്റിനിൻ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. എന്തൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു പ്രധാന ടെസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? അത് നമുക്ക് ഫസ്റ്റ് നോക്കണം അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൽ നമുക്ക് എന്താ നോക്കണം? ഫസ്റ്റ് പ്രോസ്റ്റേറ്റ് സൈസ് നോക്കണം. അതിനുശേഷം പേഷ്യന്റിനെ നമുക്ക് പറയാം, നമ്മള് നല്ലതായിട്ട് മുട്ടുണ്ടെങ്കിൽ അവന് യൂറിൻ പാസ് ചെയ്യും. യൂറിൻ പാസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് വൈഡ് റെസിഡുവൽ വോള്യൂം നോക്കും. പോസ്റ്റ് വൈഡ് മൂത്രം കുടിച്ചിട്ട് ശേഷം എത്ര മൂത്രാശയയിലെ മൂത്രം ഉണ്ട് അത് നമ്മൾ നോക്കണം വോള്യൂം. അത് 150 ml കൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യും. അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കണം, നമുക്ക് ഓപ്പറേഷനിൽ. പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ കിഡ്നിയിലെ വീക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. കൂടുതൽ PVR ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യൂ. പിന്നെ കിഡ്നി വീക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യൂ. അത് കിഡ്നി വീക്കം ഉണ്ടെങ്കിൽ സെക്കൻഡ് തിങ് നമ്മൾ നോക്കണം സീരം ക്രിയാറ്റിനിൻ ആണ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. അത് കിഡ്നി അത് ക്രിയാറ്റിനിൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തേർഡ് റീസൺ ആണ് നമുക്ക് ഓപ്പറേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകും. ഓക്കെ, അപ്പം ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ രവീന്ദ്ര കെ ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം സമാപിക്കുന്നു. നന്ദി.